ദൈവത്തിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കുന്ന ചെറിയ കാര്യങ്ങളെപ്പോലും വലിയ രീതിയിൽ ഉപയോഗിക്കാൻ അവിടത്തേക്ക് കഴിയുമെന്ന് ഈ ദിനത്തിൽ നമുക്ക് ഓർക്കാം. നാം സമർപ്പിക്കുന്നത് ദൈവം ഉപയോഗിക്കുന്നു. യേശു അപ്പമെടുത്തു വാഴ്ത്തി ഇരുന്നവർക്ക് പങ്കിട്ടുകൊടുത്തു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 11-ാം വാക്യം. നമ്മുടെ പക്കലുള്ളത് ദൈവത്തിന് സമർപ്പിക്കുന്നതിലെ ശക്തിയെക്കുറിച്ച് ഈ വചനത്തിലൂടെ നമുക്ക് ചിന്തിക്കാം. 5000 പേരെ പോഷിപ്പിച്ച ചരിത്രത്തിൽ ഒരു ചെറിയ ബാലൻ 5 അപ്പവും 2 മീനുമാണ് കൊണ്ടുവന്നത്. അവിടെ കൂടിയിരുന്ന വലിയ ജനക്കൂട്ടവുമായി താരതമ്യം ചെയ്യുമ്പോൾ അത് വളരെ ചെറിയൊരു ഭക്ഷണമായിരുന്നു. എങ്കിലും ആ ചെറിയ സമർപ്പണം ഒരു അത്ഭുതത്തിന്റെ തുടക്കമായി മാറി. നമ്മുടെ പക്കൽ ഇപ്പോൾ ഉള്ളതുകൊണ്ട് തന്നെയാണ് ദൈവം പലപ്പോഴും തന്റെ പ്രവർത്തികൾ ആരംഭിക്കുന്നത്. പുറപ്പാട് പുസ്തകം 4:2 ദൈവം മോശയോട് ചോദിച്ചു, നിന്റെ കയ്യിലിരിക്കുന്നത് എന്ത്? മോശയുടെ കയ്യിലുണ്ടായിരുന്ന വടി ഉപയോഗിച്ചാണ് ദൈവം വലിയ അത്ഭുതങ്ങൾ പ്രവർത്തിച്ചത്. ഇതിലെ പാഠം ലളിതമാണ്. നമ്മളിൽ ഇല്ലാത്ത ഒന്ന് നൽകാൻ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നില്ല. നമ്മുടെ കഴിവുകൾ, സമയം, വിഭവങ്ങൾ, വിശ്വാസം എന്നിങ്ങനെ ഇപ്പോൾ നമ്മുടെ പക്കലുള്ളത് സമർപ്പിക്കാനാണ് അവിടുന്ന് ആവശ്യപ്പെടുന്നത്. നാം അവ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അവിടുത്തേക്ക് അവയെ അസാധാരണമായ രീതിയിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഈ സത്യം കൂടുതൽ വ്യക്തമായി മനസ്സിലാക്കാൻ ഈ ഉദാഹരണം ശ്രദ്ധിക്കുക. ഒരു ചെറിയ വിത്ത് കാണുമ്പോൾ നിസ്സാരമായി തോന്നാം. എന്നാൽ അത് മണ്ണിൽ നടുമ്പോൾ അത് വലിയൊരു വൃക്ഷമായി വളരുകയും തണലും ഫലവും നൽകുകയും ചെയ്യുന്നു. അതുപോലെ തന്നെ ചെറിയ സമർപ്പണങ്ങൾ ദൈവത്തിന് മുൻപിൽ കീഴടങ്ങുമ്പോൾ വലിയ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നു. ഇന്ന് നമുക്ക് ഈ സത്യത്തെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. ദൈവം നമ്മിൽ നിന്ന് വലിയ കാര്യങ്ങളല്ല പ്രതീക്ഷിക്കുന്നത്, മറിച്ച് നമ്മുടെ മനസ്സൊരുക്കമാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവെ, എൻ്റെ കയ്യിലുള്ളത് എന്തുതന്നെയായാലും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ അത് ഉപയോഗിക്കാൻ അങ്ങേക്ക് കഴിയുമെന്ന് എന്നെ ഓർമ്മിപ്പിച്ചതിനായി നന്ദി. വിശ്വാസത്തോടും ഔദാര്യത്തോടും കൂടി ഞാൻ ചെയ്യുന്ന ചെറിയ കാര്യങ്ങളുടെ മൂല്യത്തെ കുറച്ച് കാണാതിരിക്കാൻ എന്നെ സഹായിക്കണമേ. പൂർണ്ണ വിശ്വാസത്തോടും അനുസരണത്തോടും കൂടി എൻ്റെ പക്കലുള്ളത് സമർപ്പിക്കാൻ എന്നെ പഠിപ്പിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ആമേൻ.